നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏറ്റവും അധികം പ്രസക്തമാവുന്നത് അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന നിലയിലാണ്. പഞ്ചായത്തുകളോ നഗരസഭകളോ കോർപ്പറേഷനുകളോ ഒക്കെ ആര് ഭരിക്കും എന്നത് രാഷ്ട്രീയ ബോധമുള്ളവർക്ക് ഒരു വിഷയമേ അല്ല. എന്നിരുന്നാലും അതിൻ്റെ ഇരകളായിരിക്കുന്ന സാധാരണ മനുഷ്യർക്കത് വിഷയമാണ്. എന്നാൽ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമേറുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയാണ് എന്നതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഒറ്റയൊരിടത്ത് മാത്രമായിരുന്നു CPM ജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ 2020 ഡിസംബറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുമുന്നണി മേൽക്കൈ നേടി. 6 കോർപ്പറേഷനുകളിൽ കണ്ണൂർ മാത്രമാണ് കഷ്ടി UDFന് നേടാൻ കഴിഞ്ഞത്. ബാക്കി 5ഉം LDFനായിരുന്നു. അപ്പോൾ തന്നെ വിവരമുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടുമെന്ന്. അങ്ങനെ തന്നെ കൃത്യമായി പണി കിട്ടി. അതുകൊണ്ടാണ് ഇന്നലെ പൂർത്തിയായി നാളെ ഫലം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഏറെ ശ്രദ്ധേയമാകുന്നത്. ഇതിൻ്റെ അന്തിമ ഫലം അറിയാൻ നമുക്ക് സമയമെടുക്കും. നാളെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം കിട്ടിയാലും BJP സ്ഥാനാർത്ഥികൾ മുന്നേറിയാലും കൈരളിയും റിപ്പോർട്ടറും 24 ഒക്കെ വലിയ വായിൽ പറയാൻ പോകുന്നത് ഇടതു മുന്നേറ്റം എന്ന് തന്നെയായിരിക്കും. നാളെ ആ ചാനലുകൾ രാവിലെ മുതൽ വെച്ചോളൂ, അവരങ്ങനെ പറയൂ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഒരുപാട് സമയമെടുക്കും. ഏതാണ്ട് 25,000-ഓളം സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വരുന്നത് എന്നോർക്കണം. 75,000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് എന്നോർക്കണം. 1000-ലധികം സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ നിയമസഭ പോലോ പാർലമെൻറ്റ് പോലോ അത്ര വ്യക്തമായി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഫലം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കനക്കുന്നത്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം 70.9% മാത്രമായിരുന്നു പോളിംഗ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ആശ്വാസകരമായി. കാരണം 76.08 എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആകെ പോളിംഗ് ശതമാനം 73.69 കുറച്ചുകൂടി മാറും രണ്ടാം ഘട്ടം. അതായത് ഇന്നലെ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് അന്തിമമായി പുറത്തു വരുമ്പോൾ 76.08 എന്നത് 77 വരെ കടന്നെന്ന് വരാം. അതുകൊണ്ട് തന്നെ പോളിംഗ് തീരെ കുറവാണ് എന്ന നിഗമനം അത്ര ശരിയല്ല. എന്നാൽ കൃത്യമായ ഒരു തെക്ക് വടക്ക് വിഭജനം നടന്നിട്ടുണ്ട് എന്നത് കാണാതിരിക്കരുത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം ശ്രദ്ധേയമാണ്. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു. വടക്കൻ കേരളത്തിൽ തരക്കേടില്ലാത്ത വിധത്തിൽ പോളിംഗ് നടന്നു. പത്തനംതിട്ടയിലെ പോളിംഗ് കേവലം 66.78% ഓർക്കണം. അതേസമയം വയനാട്ടിലെ പോളിംഗ് 78.32. അതിനിയും കൂടാ. വടക്കൻ ജില്ലകളിൽ ഇത്ര നല്ല പോളിംഗ് നടക്കുകയും തെക്കൻ ജില്ലകളിൽ ഇങ്ങനെ കുറയുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് വലിയ തോതിൽ BJP നേട്ടം കൊയ്യും എന്ന് പറയപ്പെടുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ഏതാണ്ട് പകുതിയോളം സീറ്റിൽ 50%-നും 60%-നും ഇടയിൽ മാത്രമാണ് പോളിംഗ് നടന്നത്. പല വാർഡുകളിലും 50%-ൽ താഴെയായിരുന്നു പോളിംഗ്. കേരളത്തിലാണ് 50% പോളിംഗ് എന്നത് മറക്കാതെ ഓർത്തിരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഇങ്ങനെ പോളിംഗ് കുറഞ്ഞത്? എന്തുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പോളിംഗ് കൂടിയത്? വളരെ ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ടതാണ്. പോളിംഗ് ശതമാനത്തെക്കുറിച്ച് വിലയിരുത്തുന്നവർ പറയുന്നു കമ്മ്യൂണിസ്റ്റ് വോട്ടിലുണ്ടായിരിക്കുന്ന വ്യതിയാനം തന്നെയാണിത്. അതൊരു സൂചനയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മടി പിടിച്ചിരിക്കുന്നു. അവരെ ഇക്കുറി വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പലയിടങ്ങളിലും പോളിംഗ് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ക്രൈസ്തവ മേഖലകളിലും പോളിംഗ് നടന്നിട്ടില്ല. അച്ചായന്മാർ എന്നറിയപ്പെടുന്ന ക്രൈസ്തവർ പതിയെ ഈ വോട്ടിങ്ങിൽ നിന്നും മാറി നിന്നു. ആരെങ്കിലും ജയിക്കട്ടെ എന്ന നിലപാടെടുത്തു. അതേസമയം മാപ്പിളമാർ എന്നറിയപ്പെടുന്നു. മാപ്പിളമാർ എന്ന വാക്ക് കോൺട്രവേഴ്ഷ്യലാണ്. വടക്കൻ കേരളത്തിൽ മാപ്പിളമാർ എന്ന് പറയുന്നത് മക്കയിൽ നിന്നെത്തിയവർ എന്ന നിലയിൽ മുസ്ലിമുകളെ ആണെങ്കിൽ തെക്കൻ കേരളത്തിൽ മാപ്പിളമാർ എന്ന് പറയുന്നത് സിറിയയിൽ നിന്നെത്തിയ ക്രിസ്ത്യാനികളെയാണ്. എന്തായാലും പൊതുസമൂഹം പൊതുവെ മാപ്പിളമാർ എന്ന് വിളിക്കുന്നത് മലബാറിലെ മുസ്ലിങ്ങളെ ആയതുകൊണ്ട് നമുക്ക് പറയാം മാപ്പിളമാർ എന്ന് വിളിക്കുന്ന ഈ മുസ്ലിം വിഭാഗം വലിയ ആവേശത്തോടെ വോട്ട് ചെയ്തപ്പോൾ അച്ചായന്മാർ എന്ന് വിളിക്കുന്ന ക്രൈസ്തവർ വോട്ട് കുറച്ചു എന്ന ഒരു നിഗമനത്തിലെത്തേണ്ടി വരും. ഇതൊരു സൂചനയാണ്, വലിയൊരു സൂചന. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മുതൽ ഞാൻ സൂചിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. ഇത്തവണ CPM വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഞാൻ വിലയിരുത്തുന്നത് മലബാറിൽ മുസ്ലിം സമൂഹത്തിൽ CPM എതിർപ്പ് ശക്തമാണ് എന്നത് മാത്രമല്ല, തിരുവിതാംകൂറിൽ അതായത് തെക്കൻ കേരളത്തിൽ ഹിന്ദു സമുദായത്തിന് BJPയോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഈ സൂചനയാണ് വാസ്തവത്തിൽ ഇത് വ്യക്തമാക്കുന്നത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ UDFന് വലിയ മുൻതൂക്കം കിട്ടാം. മുസ്ലിം വോട്ട് ഏകീകരിക്കുകയും ആ വോട്ടുകൾ UDFന് അനുകൂലമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാം. തെക്കൻ കേരളത്തിൽ BJPക്കായിരിക്കും മുൻതൂക്കം,
അതേസമയം വോട്ട് നഷ്ടപ്പെടുന്നത് CPM-ൽ നിന്നാവും. അതുകൊണ്ട് UDF നേട്ടം കൊയ്യാം. എന്നാൽ BJP നില മെച്ചപ്പെടുത്തും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധ്യത എന്ന് പറയുന്നത് CPM-ന്റെ ആധിപത്യം കുറയുകയും അവരുടെ സീറ്റ് എണ്ണത്തിൽ വലിയ വ്യത്യാസം വരികയും ചെയ്യുമെന്നത് തന്നെയാണ്. അതേപോലെ തന്നെ വലിയ മുന്നേറ്റം BJP പലയിടങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ടാവാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനുള്ള സാധ്യത ശക്തമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഇപ്പോഴത്തെ 35 സീറ്റ് എന്നത് BJP 45 സീറ്റിലേക്കെങ്കിലും ഉയർത്തിയെന്ന് വരാം. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ ഇപ്പോഴത്തെ 10 സീറ്റ് എന്നത് ഒരു 15-16 സീറ്റിലേക്കും ഉയർത്താം. അങ്ങനെ വന്നാൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടുന്നത് CPM-നാവും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP ആയിരിക്കാം ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഒഴികെ 5-6 കോർപ്പറേഷന്റെ ഭരണം CPM-ന്റെ കയ്യിലാണ്, LDF-ന്റെ കയ്യിലാണ്. എന്നാൽ സംഭവിക്കാൻ പോകുന്നത് കൊല്ലവും കോഴിക്കോടും ഒഴികെ ബാക്കി കോർപ്പറേഷനുകൾ LDF-ന് നഷ്ടപ്പെട്ടേക്കാം എന്ന സൂചനയാണ്. നഗരങ്ങളിൽ വലിയ CPM വിരോധം വ്യാപകമാണ്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ UDF നിലനിർത്തും, അവരെ സ്ഥിതി മെച്ചപ്പെടുത്തും. കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആകപ്പാടെ LDF-ന്റെ പ്രതീക്ഷ 2020 അവിടെ മത്സരരംഗത്തുണ്ട് എന്നതാണ്. 2020ക്ക് കിട്ടുന്നത് ഭരണവിരുദ്ധ വോട്ടുകളാവും. ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് UDF-ന്റെ വോട്ടുകളാണ്. BJP എറണാകുളം കോർപ്പറേഷൻ നിർണായകമല്ല, പക്ഷേ UDF-ന്റെ വിജയ സാധ്യതയെ അതൊരുപക്ഷെ ബാധിക്കാം. LDF ഒരുപക്ഷെ എറണാകുളം കോർപ്പറേഷൻ നിലനിർത്തിയെന്ന് വരാം, അല്ലെങ്കിൽ കച്ചി തൊടാതെ തോറ്റുപോവേണ്ടതാണ്. എറണാകുളം കോർപ്പറേഷനിലും BJP നില മെച്ചപ്പെടുത്തും എന്ന് പറയട്ടെ. അതിനുള്ള സാധ്യത ശക്തമാണ്. ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ എറണാകുളം കോർപ്പറേഷൻ BJP ലാൻഡ് ചെയ്യും. ഈ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേങ്കിൽ എറണാകുളം കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ LDF-ന് കഴിഞ്ഞെന്ന് വരാം. അങ്ങനെയെങ്കിൽ LDF-ന് മാനം രക്ഷിക്കാം. 6 കോർപ്പറേഷനുകളിൽ 3 എണ്ണം നിലനിർത്താവുന്ന സാഹചര്യമുണ്ട്. ഇനി കൊല്ലത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഏകപക്ഷീയമായി LDF-ന് ഭരിക്കാൻ കഴിയില്ല. അവിടെ ഭൂരിപക്ഷമുണ്ടാവും, പക്ഷേ UDF നില മെച്ചപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ്റെയാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ നേരിയ മുൻതൂക്കം LDF-ന് തന്നെയാവും. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ അവർ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമ്പോൾ മുതൽ തെരഞ്ഞെടുപ്പ് ഇറങ്ങുമ്പോൾ വരെ വിജയസാധ്യത മാത്രമാണ് LDF ശ്രമിക്കുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ വലിയ ഒരു ആരവം, വലിയൊരു മുന്നേറ്റം ഇക്കുറി ഉണ്ടാവില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ ആധിപത്യം LDF നേടിയിരുന്നു. ഇക്കുറി ആധിപത്യത്തിന് കുറവുണ്ടാകും. വീണ്ടും പറയുന്നു, BJP നില മെച്ചപ്പെടുന്നു. ഇപ്പോൾ അവർക്ക് പാലക്കാടും പന്തളവും മാത്രമാണ് നഗരസഭകളായുള്ളത്. ആ 2 നഗരസഭകൾ ഒരു 10 നഗരസഭകളായി വർദ്ധിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ BJPക്ക് വലിയ മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതേപോലെ തന്നെ പഞ്ചായത്തുകളിലും BJPക്ക് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് പരിഹസിക്കും, ഇതൊരു യാഥാർത്ഥ്യമാണ്. BJPയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഇടപെടൽ നടത്തുകയും കൃത്യമായി ഒരു കമ്പനി CEO പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. വലിയ തരക്കേടില്ലാതെ വിവിധ ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു. രാജീവിന്റെ മിടുക്കായി അത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം BJP പലയിടങ്ങളിലും ഉണ്ടാക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. മലപ്പുറം, എറണാകുളം, വയനാട് ജില്ലാ പഞ്ചായത്തുകൾ നേടാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിശ്വാസം. കാസർഗോഡും തൃശ്ശൂരും പത്തനംതിട്ടയിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പകുതിയോളം ജില്ലാ പഞ്ചായത്തുകൾ നേടിയെടുക്കും എന്നാണ് UDF പുലർത്തുന്നത്. ഒരു ജില്ലാ പഞ്ചായത്തും BJPക്ക് കിട്ടാൻ പോകുന്നത്. BJPക്ക് കുറച്ച് മുനിസിപ്പാലിറ്റിയുടെ എണ്ണം കൂടും, നിരവധി ഗ്രാമപഞ്ചായത്തുകൾ കിട്ടും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒരുപക്ഷെ ഭരണം പിടിക്കും. ഇതാണ് BJPയുടെ അവസ്ഥ. വലിയ നില മെച്ചപ്പെടുത്തും. എന്നാൽ UDF കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ വലിയ തോതിൽ തിരിച്ചടി CPM-നും LDF-നും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. CPM-ന് നേട്ടങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രം പിന്നാലെയായിരുന്നു. രാഹുലിൻ്റെ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ജനങ്ങൾ കരുതിയില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമായി ജനങ്ങൾ കരുതിയത് സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം അടിച്ചു മാറ്റിയ നരാധമന്മാരാണ് CPM-കാർ എന്ന നിഗമനത്തിലാണ് ഇവിടുത്തെ സാധാരണ ഭക്തന്മാരെത്തിയത്. ഇതൊക്കെ CPM-ന് ദോഷം ചെയ്യും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കും ഇപ്പോഴത്തെ മറ്റ് റിപ്പോർട്ടുകൾക്കും സൂചിപ്പിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ഒരുപക്ഷെ നേരിയ മുൻതൂക്കം CPM-നും LDF-നും നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അത് വലിയ നേട്ടമാവില്ല. മറ്റ് മേഖലകളിലൊക്കെ UDF-ന്റെ സർവാധിപത്യമായിരിക്കും, BJP സഖ്യത്തിൻ്റെ മുന്നേറ്റമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.